ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് കണ്ടത്. നാസ്ഡാക്ക് ഫോളോ ചെയ്തു. പക്ഷേ നാസ്ഡാക്ക് ഫോളോ ചെയ്തത് അവിടെ യു എസ് മാർക്കറ്റ് നെഗറ്റീവായ ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിട്ടല്ല, മറിച്ച് അവിടെ നിന്ന് ഫണ്ട് സെക്ടർ റൊട്ടേഷൻ മാത്രമാണ് കണ്ടത്. കാരണം യു എസ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണെന്നുള്ളൊരു അനലിസ്റ്റുകളുടെ എല്ലാം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ബാങ്കിങ്, ഇൻഡസ്ട്രിയൽ, ഹെൽത്ത് കെയർ, എനർജി തുടങ്ങിയ ഓഹരികളിലേക്ക് ശക്തമായിട്ടുള്ളൊരു ബൈങ് ഉണ്ടായിരുന്നു. ടെക്നോളജി സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. എന്നാൽ അതേ ഫണ്ട് നേരെ തിരിഞ്ഞ് പോയത് ഡോയിലുള്ള ബാങ്കിങ് കമ്പനീസിലേക്കാണ്. കാണാം 600 പോയിൻറ്റിൻ്റെ അടുത്ത് ഈ ഡോ റാലി രേഖപ്പെടുത്തി. 3 യൂറോപ്യൻ മാർക്കറ്റ് അതിശക്തമായ റാലി രേഖപ്പെടുത്തി. ഡാക്സെല്ലാം തന്നെ 2% റാലി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പൊതുവേ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വലിയ പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. അങ്ങനെ പൊതുവേ ഒരു ഓപ്പണിംഗ് എക്സ്പെക്റ്റ് ചെയ്യാം. കൂടാതെ തന്നെ യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. വിപ്രോ, ഇൻഫോസിസ് എല്ലാം തന്നെ ക്ലോസ് ചെയ്തതും കാണാൻ സാധിക്കും. അപ്പോൾ ഗ്ലോബലി പ്രശ്നങ്ങളൊന്നുമില്ല, മാർക്കറ്റ് മുന്നോട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നമ്മളുടെ ഈ ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ വലിയ തോതിൽ ഒരു നമ്മളും ഒരു ഷിഫ്റ്റ് നടത്തിപ്പെട്ടിട്ടുണ്ട്. അതായത് പൊതുവേ ഓപ്ഷൻ റൈറ്റേഴ്സ് എല്ലാം തന്നെ പുട്ട് റൈറ്റ് ചെയ്യുന്നതിൽ കുറച്ചും കൂടി ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. ഒക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത് PCR 1.3 എബോയാണ്. റെഡ് കളർ കാണുന്നത് പുട്ട് ഷോട്ട് ചെയ്ത ആളുകളുടെ ആ ഒരു എണ്ണമാണ്, അല്ലെങ്കിൽ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കാണാൻ സാധിക്കും. 24,250 നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ 24,000, 24,100 എല്ലാം തന്നെ ഹ്യൂജ് പുട്ട് അഡീഷൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ ഈ ആഴ്ച ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. സൂം വെബിനാർ, ഫ്രീ വെബിനാറാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്മുടെ സൂം അനൗൺസ്മെൻറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പല പല മേഖലകൾ നമ്മളുടെ വെബിനാറിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. കോൾ ഇന്ത്യ ഇവരുടെ സപ്ലൈ ഉയർത്തി എന്നുള്ള ന്യൂസ്. BPCL കമ്പനി ഇതിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ബ്രസീൽ IBV ബ്രസീൽ പെട്രോളിയത്തിൻ്റെ സ്റ്റേക്ക് ഇവർ 2,300 കോടി രൂപക്ക് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. അദാനി എൻ്റർപ്രൈസസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റിലൂടെ 10,000 കോടി രൂപ സമാഹരിക്കുന്നുണ്ട്. M&M ഫിനാൻസ് ഇവരുടെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ 21% ഇയർ ഓൺ ഇയർ ഉയർന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ടോട്ടൽ ബിസിനസ് 10% ഉയർന്നു. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ടോട്ടൽ ഡെപ്പോസിറ്റ് 25% ഉയർന്നു. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ടോട്ടൽ ബിസിനസ് 26% ഉയർന്നു. CSB ബാങ്ക് ടോട്ടൽ ഡെപ്പോസിറ്റ് 26% ഉയർന്നു. UCO ബാങ്ക് ഡെപ്പോസിറ്റ് 15% ഉയർന്നു. PC ജ്വല്ലേഴ്സ് റവന്യൂ 21% വർധനവ്. BELSE സർവീസ് കമ്പനി ഇവർ ആദിത്യ ടെക്നോളജീനെ പൂർണ്ണമായിട്ട് അക്വയർ ചെയ്തു. ടെക്സ്മാക്കോ റെയിൽ കമ്പനിക്ക് 26 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഓർബിറ്റ് എക്സ്പോർട്ട് ഷെയർ ബൈബാക്ക് ചെയ്യുന്നു. PNB ഡെപ്പോസിറ്റ് 8.9% ഉയർന്നു. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ ഹോൾസെയിൽ ബിസിനസ് ഉയർന്നു എന്നുള്ള ന്യൂസാണ്. അപ്പോൾ ഈ ബാങ്കുകളെല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് Q1 റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇവരുടെ ബിസിനസ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് കാണാം. അപ്പോൾ നമ്മുടെ സൂം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റുണ്ട്. ജോയിൻ ചെയ്യുക. താങ്ക് യു ഓൾ.